പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 24-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും യുദ്ധങ്ങളും യുദ്ധപോർവിളികളും നിലകൊള്ളുന്ന ഈ പുത്തൻ പ്രഭാതത്തിൽ ദൈവിക സമാധാനത്താൽ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും നിറച്ച് അതാതിടങ്ങളിൽ സന്തോഷത്തോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും കൂടെ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം. 1 സാമുവേൽ ചാപ്റ്റർ 3 വേഴ്സ് 19 നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിലൊന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ശമൂവേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ധന്യമായ ഒരു സാക്ഷ്യമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. ഈ വാക്യത്തെ നമുക്ക് 3ആയി വിഭജിക്കാം. ശമൂവേൽ വളർന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശമൂവേൽ ബാലൻ എന്ന് നാം എപ്പോഴും ആവർത്തിച്ചു പറയുന്നു. പ്രത്യേകിച്ച് 3-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ആദ്യം 3 പ്രാവശ്യം ദൈവത്തിന്റെ വിളി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ബാലനായ ശമൂവേൽ വൃദ്ധനായ ഏലി പുരോഹിതന്റെ കിടക്കക്കരികിൽ ഓടിയെത്തി. അങ്ങനെ 3-ാമത്തെ പ്രാവശ്യം ഏലി പുരോഹിതന്റെ ഉപദേശത്തോടെ 4-ാമത്തെ വിളിയിലാണ് ദൈവവുമായി സംവദിക്കുന്നത്. തുടർന്ന് ശമൂവേൽ അതുപോലെ തന്നെ ദൈവകൃപയിൽ വളർന്നു. ഓർക്കേണ്ട ഒരു കാര്യം, ശമൂവേൽ വളർന്ന ആ കാലഘട്ടം വചനം ദുർലഭമായിരുന്നു. അവിടെ ദർശനം ഏറെ ഇല്ലായിരുന്നു. പക്ഷേ അപ്പോഴും ഈ ശമൂവേൽ ദൈവവചനത്തിൽ തന്നെ നിലകൊണ്ടു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം അധിവസിക്കുന്ന ലോകം, സാഹചര്യം, ചുറ്റുപാടുകൾ, പ്രത്യേകിച്ച് ഇന്ന് വളർന്നു വരുന്ന യുവതലമുറ, നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും അവർക്ക് പുതിയ തലമുറ, പുതിയ ടെക്നോളജി, പുതിയ സാഹചര്യം എന്ന് പറഞ്ഞ് ഒരു സൈലന്റ് ലൈസൻസ് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഏത് സാഹചര്യത്തിലും ദൈവകൃപയിലാണോ വളരുന്നത് എന്ന് ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ശമൂവേൽ വളർന്നു. അവൻ ദൈവത്തോട്, ദൈവവചനത്തോട്, ദൈവകൃപയോട് വളർന്നു വരികയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മെ ചിന്തിപ്പിക്കുന്ന വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്നിന്റെ പ്രശ്നം അവിടെയാണ്. ഇന്ന് യുവതലമുറയുടെ കൂടെയാണെങ്കിലും പ്രായമുള്ളവരുടെ കൂടെയാണെങ്കിലും ആരുടെ കൂടെയാണെങ്കിലും ദൈവമല്ല കൂടെയുള്ളത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് ദൈവത്തെക്കാളും മാതാപിതാക്കളെക്കാളും ഗുരുക്കന്മാരെക്കാളും
മുതിർന്നവരെക്കാട്ടിലും ഒക്കെ വലുതും സ്ഥാനവും അവരുടെ കൂട്ടുകാർക്കാണ്. കൂട്ടുകാർ അവരോട് പറയുന്നതാണ് വേദവാക്യം. അവർ കൂട്ടുകാരുടെ വാക്ക് കേട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ശമൂവേലിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ അതിനിത്ര പ്രത്യേകത എന്താ എന്നൊരു ചോദ്യം ഉള്ളിൽ വന്നേക്കാം. അതെ, പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? 3-ാം അധ്യായത്തിൽ ശമൂവേലിനെ ദൈവം 4-മതും വിളിച്ച് ആദ്യമായി ദൈവശബ്ദം കേട്ട അരുളപ്പാട് ശമൂവേൽ കേട്ടത് ഏത് കാര്യത്തിനാണ്? ഏലി പുരോഹിതന്റെ ഭവനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ തീരുമാനം അറിയിക്കുന്നതിനാണ്. എന്താണ് ദൈവം പറഞ്ഞത് അഥവാ തീരുമാനിച്ചത്? ഏലി പുരോഹിതന്റെ മക്കൾ ദൈവഹിതത്തിന് വിപരീതമായി ജീവിച്ച് ദൈവദൂഷണം പറയുന്നു എന്ന് അറിഞ്ഞിട്ടും ഏലി പുരോഹിതൻ വിലക്കിയില്ല. അപ്പോൾ പുരോഹിതൻ അറിഞ്ഞിട്ട് മക്കളെ വിലക്കിയില്ല. മക്കൾ ഒരു പുരോഹിതന്റെ മക്കളാണ് എന്നുള്ള ചിന്ത വിട്ട് ദൈവഹിതത്തിന് വിപരീതമായി ദൈവദൂഷണത്തോടെ ജീവിച്ചു. അങ്ങനെയുള്ള ഏലി പുരോഹിതന്റെ ഭവനത്തിലാണ് ദൈവം ശമൂവേലിനോട് കൂടെയിരുന്നത്. ഓർക്കണം, താമസിക്കുന്ന ഭവനത്തിലെ ആൺകുട്ടികളെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ചെറുപ്രായത്തിൽ അവിടെ ദൈവവേലയ്ക്ക് വേണ്ടി വന്നു ചേർന്ന ശമൂവേലിനോട് കൂടെ ദൈവമിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊത്തിരി ആത്മീയ പാരമ്പര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ വല്യപ്പൻ, എൻ്റെ കുടുംബം, ഞങ്ങളുടെ സ്ഥലത്താണ് പള്ളിയിരിക്കുന്നത്, ഞങ്ങളാണ് കുരിശുമൂട് പണിയിപ്പിച്ചത്, ഞങ്ങളാണ് കൺവെൻഷൻ സ്പോൺസർ ചെയ്യുന്നത്, ഞങ്ങളില്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ച് ഇല്ല. കൊയറിലും സൺഡേ സ്കൂളിലും സഭയുടെ ആധ്യാത്മിക മേഖലകളിലും സുവിശേഷ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. നല്ലത് തന്നെ. പ്രിയമുള്ളവരെ, ഇത് തന്നെയല്ലായിരുന്നോ ഏലി പുരോഹിതന്റെ മക്കളുടെ അവസ്ഥ? പക്ഷേ ദൈവം അവരോട് കൂടെ ഇല്ല. എന്താണ് ശമൂവേലിനോട് പറഞ്ഞത്? ഇനിയും അവരുടെ യാഗങ്ങളും അവരതിന് ചെയ്യുന്ന യാതൊരു പ്രശ്ന പരിഹാരങ്ങളും അതിനൊരിക്കലും സാധുത നൽകുകയില്ല. ഞാൻ അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതേ സമയത്ത് ഇവയൊന്നും പറയാനില്ലാത്ത ശമൂവേലിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു. ഇന്ന് അവരവർ ചിന്തിക്കുക, എന്റെ കൂടെ, എന്റെ ഭവനത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ മക്കളിൽ ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിലുള്ള പ്രത്യേകതയാണ് 3-മതായിട്ട് ഈ വാക്യം പറയുന്നു. യഹോവയുടെ വചനം ശമൂവേൽ നിഷ്ഫലമാക്കിയില്ല. അവൻ ദൈവവചനം നിഷ്ഫലമാകത്തക്കവണ്ണം ഒന്നും ചെയ്തില്ല. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവവചനത്തിൽ ആശ്രയിച്ചു. ഏലി പുരോഹിതന്റെ ആൺമക്കൾ ദൈവവചനത്തെ നിഷ്ഫലമാക്കി കാറ്റിൽ പറത്തി ദൈവദൂഷണം പ്രചരിപ്പിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇതാ ശമൂവേൽ ബാലൻ വളർന്നത് ദൈവകൃപയിൽ, ദൈവത്തിന്റെ തണലിൽ, ദൈവിക സാന്നിധ്യത്തിൽ മാത്രമല്ല ദൈവവചനത്തെ അത്രത്തോളം ആശ്രയിച്ച് അഭയം പ്രാപിച്ച് നിഷ്ഫലമാക്കാതെ ജീവിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും പലവിധ പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതെ, ഓരോ ദിനവും പൊട്ടിവിടരുന്നത് പുതിയ ദുരന്ത വാർത്തകളുമായിട്ടാണ്. എല്ലാം നമുക്ക് സന്തോഷം നൽകുന്നതല്ല.
ഒരു വശത്ത് യുദ്ധങ്ങൾ, യുദ്ധത്തിന്റെ കെടുതി, മറുവശത്ത് പ്രകൃതിക്ഷോഭങ്ങൾ, കടലിൽ, ആകാശത്ത്, മനുഷ്യജീവനിൽ, യാത്രകളിൽ എന്നു വേണ്ട മനുഷ്യജീവനും സ്വത്തിനും ഒരു വിലയുമില്ലാതെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഞാനും നിങ്ങളും ദൈവത്തോട് കൂടെയാണോ ജീവിക്കുന്നത്? നമ്മളെ ഇതൊന്നും അലട്ടുവാൻ പാടില്ല. ഇതൊക്കെ നടക്കേണ്ടതാണ്. അത് ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും. അല്ല എങ്കിൽ എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് ശമൂവേലിനെ പോലെ ദൈവകൃപയിൽ നാമും നമ്മുടെ തലമുറകളും വളരട്ടെ. മാത്രമല്ല, നമ്മോട് കൂടെ ഉണ്ടായിരിക്കേണ്ടത് ഇന്നിന്റെ വിദ്യാഭ്യാസമോ ജോലിയോ പണമോ ആഡംബര ജീവിതങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല, ദൈവമായിരിക്കണം. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെ കൂടി ചേർക്കപ്പെടും. മാത്രമല്ല, ജീവിതത്തിന്റെ ഏതെല്ലാം സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ ഏറി വന്നാലും ദൈവവചനം നിഷ്ഫലമാകുന്നതൊന്നും നമ്മുടെ വായിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ജീവിതത്തിൽ നിന്നോ ഉണ്ടാകുവാൻ പാടില്ല. അതെ, ദൈവവചനത്തിൽ ആശ്രയിച്ച് ശമൂവേലിനെ പോലെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. 3-ാം അധ്യായം അവസാനിക്കുമ്പോൾ ശീലോവിൽ പിന്നെയും പിന്നെയും സ്വർഗത്തിലെ ദൈവം ശമൂവേലിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു, ദർശനം ലഭിച്ചുകൊണ്ടിരുന്നു. 3-ാം അധ്യായം ആരംഭിക്കുമ്പോൾ വചനം ദുർലഭമായിരുന്ന കാലത്ത്, ദർശനം കുറവുള്ള കാലത്ത്, 3-ാം അധ്യായം അവസാനിക്കുമ്പോൾ ദൈവകൃപയിൽ വളർന്ന, ദൈവം കൂടെ ഉണ്ടായിരുന്ന, വചനം നിഷ്ഫലമാക്കാത്ത ആ ശമൂവേലിന് കൂടെ കൂടെ ദൈവിക ദർശനം ലഭിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് 3-ാം അധ്യായം അവസാനിപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് ചുറ്റും എന്തെല്ലാം നടന്നാലും എന്തെല്ലാം സംഭവിച്ചാലും ശമൂവേലിനെ പോലെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി അടിയുറച്ച ദൈവവിശ്വാസത്തോടെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഏറി വന്നാലും ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവിക ദർശനം പ്രാപിച്ച് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനവും ശമൂവേലിന്റെ മാതൃകയും നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നാളുകളായി വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ശമൂവേലിന്റെ ജീവിതത്തിന്റെ 3 അവസ്ഥകൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടുവല്ലോ. വചനം ദുർലഭമായിരുന്നു, ദർശനമില്ലായിരുന്നു. എന്നാൽ ആ സാഹചര്യങ്ങളിലും ദൈവത്തോട് കൂടെ വളർന്ന ശമൂവേൽ, ദൈവം കൂടെ ഉണ്ടായിരുന്ന ശമൂവേൽ, മാത്രമല്ല ദൈവവചനത്തെ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും നിഷ്ഫലമാക്കാതെ ഫലപ്രദമായി ഉപയോഗിച്ച ശമൂവേൽ, മാത്രമല്ല കൂടെ കൂടെ ദൈവിക വെളിപ്പാട് ലഭിച്ച ശമൂവേൽ, ഇന്നിന്റെ ജീവിതത്തിന്റെ വെല്ലുവിളികൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, സാഹചര്യങ്ങൾ ഞങ്ങൾ അതിജീവിക്കുവാൻ ശമൂവേലിന്റെ നല്ല മാതൃക ഞങ്ങളിലേക്ക് പകരണമേ. വചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കായും സ്തോത്രം. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു.
കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നാം ജീവിക്കുന്ന കാലഘട്ടവും ചുറ്റുപാടും ഒരിക്കലും നമുക്ക് അനുകൂലമല്ല. പ്രതികൂലങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും ഏറിയതാണ്. അത് ചുറ്റുപാടിൽ നിന്നും, പ്രിയപ്പെട്ടവരിൽ നിന്നും, അതിലുമുപരിയായി നമ്മുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടാകും. ഇതൊക്കെ ശമൂവേലും നേരിട്ടു. പക്ഷേ ശമൂവേൽ ദൈവകൃപയോടെ അതിനെ അതിജീവിച്ച് ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി. ഇന്നിന് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, നേരിട്ടേക്കാം. പ്രാർത്ഥനയോടെ ശമൂവേലിനെ പോലെ അതിജീവിപ്പാൻ ഉയരത്തിലെ കൃപ നമ്മുടെ മേൽ പകരട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ കുടുംബം എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, കൃപയാൽ വഴി നടത്തട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ആത്മീയ കണ്ണ് തുറപ്പിക്കുകയും ശമൂവേലിന്റെ മാതൃക സ്വീകരിച്ച് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.